വടകരയിൽ അന്ന് നടന്ന അപകടത്തിൽ ദൃശാന തളർന്നുപോയി. ഒന്ന് അനങ്ങാൻ പോലുമാകാത്ത വിധം അബോധാവസ്ഥയിലാക്കി. ഒടുവിൽ 10 മാസത്തിനു ശേഷം ആ കാറ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടിച്ചിട്ടും നിർത്താതെ പോയ കാറിൻ്റെ ഉടമയെ തിരിച്ചറിഞ്ഞു. ദേശീയപാതയിൽ വടകരയ്ക്ക് സമീപം ചോറോഡിൽ കാറിടിച്ച് സ്ത്രീ മരിക്കുകയും പേരമകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലാണ് പോലീസിന്റെ മികവാർന്ന അന്വേഷണം ഫലം കണ്ടത്. പുറമേരിയിലെ മീത്തലെ പുനത്തിൽ ഷെജീലിൻ്റേതാണ് KL 18 R 1846 എന്ന നമ്പറിലുള്ള കാറ്. സംഭവശേഷം UAE പോയ ഷെജീലിനെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കുമെന്ന് കോഴിക്കോട് റൂറൽ SP P നിതിൻ രാജ് പറഞ്ഞിരുന്നു. കോഴിക്കോട് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP VV ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കാർ കണ്ടെത്തിയത്. ഈ വർഷം ഫെബ്രുവരി 17 രാത്രി 9 മണിക്കുണ്ടായ അപകടത്തിൽ തലശ്ശേരി പന്നിന്നൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം പുത്തലത്ത് ബേബിയാണ് മരിച്ചത്. മകളുടെ മകൾ ദൃശാനക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. 9 വയസ്സുകാരിയാണ് ദൃശാന. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അന്നു മുതൽ ദൃശാന അബോധാവസ്ഥയിലാണ്. അന്ന് അപകടം നടക്കുമ്പോൾ ഷെജീലും ഭാര്യയും 2 കുട്ടികളും കാറിലുണ്ടായിരുന്നു എന്നാണ് ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപകടം നടന്ന തീയതിക്കു ശേഷം ഇൻഷുറൻസ് ക്ലെയിം നേടിയ കാറുകളുടെ വിവരവും ശേഖരിച്ചിരുന്നു. ഇതിനിടെ മാർച്ചിൽ ഒരു വെള്ള മാരുതി സ്വിഫ്റ്റ് കാർ മതിലിനെ ഇടിച്ചെന്ന പേരിൽ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് 36,000 രൂപ ക്ലെയിം നേടിയതായി കണ്ടു. ഈ കാർ പരിശോധിച്ചപ്പോൾ ബമ്പർ, സൈഡ് ഗ്ലാസ് തുടങ്ങിയ ഭാഗങ്ങൾ മാറ്റിയതായി കണ്ടു. ശാസ്ത്രീയമായ പരിശോധനയിൽ അന്നത്തെ അപകടത്തിലുണ്ടായ കേടുപാടിന് സമാനമായ മാറ്റമാണിതെന്ന് കണ്ടെത്തി. ടവർ ലൊക്കേഷൻ പരിശോധനയിൽ സംഭവ ദിവസം ഈ കാർ വടകര കൈനാട്ടി ഭാഗത്തുള്ളതിനും തെളിവ് കിട്ടി. അപകടമുണ്ടാക്കിയത് ഒരു വെള്ളക്കാറാണെന്ന് മാത്രമേ ആദ്യം വിവരമുണ്ടായിരുന്നുള്ളൂ. സമീപത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചതോടെ മാരുതി സ്വിഫ്റ്റ് കാർ എന്ന നിഗമനത്തിലുമെത്തി. 10 മാസത്തിനിടെ 100-ലേറെ കാറുകൾ പോലീസ് നേരിട്ട് പരിശോധിച്ചു. 19,000 സ്വിഫ്റ്റ് കാറുകളുടെ വിവരം ശേഖരിച്ച് ഈ ഭാഗത്തേക്ക് വരാൻ സാധ്യതയുള്ളവയെക്കുറിച്ച് പ്രത്യേകം അന്വേഷിച്ചു. 200ഓളം CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. 500ഓളം ഷോപ്പുകളും സ്പെയർ പാർട്സ് കടകളിലും അന്വേഷണം നടത്തി. 1,00,000-ഓളം ഫോൺ കോളുകളും പരിശോധിച്ചു. വടകരയിൽ KL 18 തുടങ്ങുന്ന നമ്പറുള്ള കാറാണുള്ളത്. ചോറോഡിലെ പ്രമാദമായ വാഹനാപകടത്തിന് സാക്ഷിയായ ഓട്ടോ ഡ്രൈവർ പോലീസിന് നൽകിയ മൊഴി. പക്ഷേ കാറ് ഏതെന്നു വ്യക്തമല്ല. വാഗണറോ സ്വിഫ്റ്റോ എന്ന് സംശയമുണ്ട്. ആ സംശയം ദൂരീകരിച്ചത് സമീപത്തെ ഒരു വീട്ടിലെ CCTV ദൃശ്യമാണ്. വ്യക്തമായ ദൃശ്യമായിരുന്നില്ലെങ്കിലും ആവർത്തിച്ചുള്ള പരിശോധനയിലൂടെ സ്വിഫ്റ്റ് കാറാണെന്ന് വ്യക്തമായി. കണ്ണൂർ ദിശയിലേക്കുള്ള സമീപത്തെ 2 CCTV ക്യാമറകൾ കൂടി പരിശോധിച്ചപ്പോഴാണ് ഇതേ സ്വിഫ്റ്റ് കാർ കണ്ടത്. പക്ഷേ നമ്പർ വ്യക്തമല്ല. ഈ വഴിയിൽ നമ്പർ വ്യക്തമാകാൻ സാധ്യതയുണ്ടായിരുന്ന കൈനാട്ടി ജംഗ്ഷനിലെ ക്യാമറയിൽ ഈ കാർ പതിഞ്ഞുമില്ല. ചോറോഡിനും കൈനാട്ടിക്കും ഇടയിൽ നിന്ന് കാർ ഉൾഭാഗത്തേക്ക് എവിടെയോ മറിഞ്ഞെന്ന് സംശയമുണ്ട്. സംശയങ്ങൾ ഓരോന്നും ദൂരീകരിച്ച് ചോറോഡ് അപകടക്കേസിൽ പോലീസ് ലക്ഷ്യത്തിലെത്തിച്ചേരുമ്പോൾ പിന്നിൽ 10 മാസത്തോളം നീണ്ട അശ്രാന്ത പരിശ്രമമുണ്ട്. എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും നിയമം രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ സത്യം പുറത്തുവരുമെന്ന വിശ്വാസവും. കാറ് വഴിമാറിപ്പോയെന്ന സംശയം ഉയർന്നതോടെ ചോറോഡ് മുട്ടുങ്ങൽ പരിസരത്തെ ഉൾപ്രദേശങ്ങളിൽ വീടുകളിൽ കയറിയവരെ പോലീസ് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. അവിടം കൊണ്ടും നിർത്താതെ ക്രൈംബ്രാഞ്ച് സംഘം അപകടം നടന്ന രാത്രിയിൽ ഇതുവഴി പോയ വെളുത്ത കാറുകളെല്ലാം കണ്ടെത്തി വിളിപ്പിച്ച് പരിശോധിച്ചു. GST വിഭാഗത്തിൻ്റെ കുഞ്ഞിപ്പള്ളി ചെക്ക് പോസ്റ്റ് ക്യാമറയിൽ നിന്നാണ് കാറുകളുടെ വിവരങ്ങൾ ശേഖരിച്ചത്. ഈ ക്യാമറയിൽ മാത്രം കണ്ട 26 വെള്ളക്കാറുകൾ പരിശോധിച്ചു. സംശയമുള്ള മറ്റ് 75ഓളം കാറുകൾ വേറെയും. ഇതുകൂടാതെ 2011-നും 2018-നും ഇടയിൽ രജിസ്റ്റർ ചെയ്ത സെക്കൻഡ് സീരീസിലുള്ള 19,000 കാറുകളുടെ വിവരവും ശേഖരിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ മറ്റ് വർക്ക്ഷോപ്പുകളിലും സ്പെയർ പാർട്സ് കടകളിലും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. 2 പേരെ കാർ തട്ടിയത് കാർ ഓടിച്ചിരുന്ന ഷെജീലും ഭാര്യയും കൃത്യമായി അറിഞ്ഞിരുന്നെന്ന് പോലീസ് പറഞ്ഞു. വടകര സാൻഡ് ബാങ്ക് സന്ദർശിച്ച് ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ളവ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഇവർ. ഉടൻ മുന്നോട്ട് പോയാൽ പിടിക്കപ്പെടുമെന്നതിനാലാണ് കുറച്ച് മുന്നോട്ട് പോയി ഇടത്തോട്ടേക്കുള്ള റോഡിൽ കയറിയത്. ഈ വഴി ഷെജീലിനറിയാം. സംഭവം നടന്നതിൻ്റെ 3-ാം ദിവസം കാർ ഷോറൂമിലൊന്നും കൊണ്ടുപോകാതെ
വീടിന് 2 കിലോമീറ്റർ അകലെയുള്ള വർക്ക്ഷോപ്പിൽ കയറ്റി. കാറിൻ്റെ പുറകിലുള്ള ചില അടയാളങ്ങളെല്ലാം എടുത്തു മാറ്റി. ആളെ തട്ടിയ വിവരം മറച്ചുവെച്ചാണ് ഇൻഷുറൻസ് ക്ലെയിമിനും അപേക്ഷിച്ചത്. ഒടുവിൽ എല്ലാം പുറത്തു വന്നു. മകളെ ഇടിച്ചു വീഴ്ത്തിയ കാറും കാർ ഓടിച്ച ഡ്രൈവറെയും പോലീസ് കണ്ടെത്തിയ സന്തോഷത്തിലാണ് ദൃശാനയുടെ കുടുംബം. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.